അപ്പോ ഓർഗൻസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. അപ്പൊ ഈ ഒരു പാർട്ടില് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്താണ്, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്താണ്, അതുപോലെ കോംപ്ലിമെന്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നേറ്റ് വിസ് എക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഒരു പാത്തോജൻ ആദ്യമായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ബാക്ടീരിയാസിന്റെ കേസിലേക്ക് വരുമ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി ആയിട്ട് അവരുടേതായിട്ടുള്ള എൻസൈംസ് ഉണ്ട്. യൂക്കാരിയോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് കുറച്ചുകൂടി അഡാപ്റ്റീവ് ആയിട്ടുള്ള കുറച്ചുകൂടി അക്വയർഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് യൂക്കാരിയോട്സിനുള്ളത്. പിന്നെ യൂക്കാരിയോട്സിൽ ഡെഫിസിൻസ്, പിന്നെ അതേപോലെ തന്നെ ഫാഗോസൈറ്റോസിസ്, അതേപോലെ തന്നെ കോംപ്ലിമെന്റ് സിസ്റ്റം ഒക്കെ ഇമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ വെർട്ടിബ്രേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ എപ്പോഴും അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതിനെയാണ് നമ്മൾ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് പ്രൈമറി റെസ്പോൺസ്, ഈ പ്രൈമറി റെസ്പോൺസിന് നമ്മൾ ഫസ്റ്റ് ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. പിന്നെ സെക്കൻഡറി റെസ്പോൺസ് വരുമ്പോഴത്തേക്കും അതിന് എന്താണ് പറയുന്നത്, റീഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. ഈ സെക്കൻഡറി റെസ്പോൺസിന്റെ സമയമാകുമ്പോഴത്തേക്കും ഈ പ്രൈമറി റെസ്പോൺസ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ സെൽസ്, മെമ്മറി സെൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സെക്കൻഡറി റെസ്പോൺസ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആന്റിജൻസിനെ തുരത്താനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും പ്രസന്റ് അറ്റ് ബർത്തിന്റെ ടൈമിൽ തന്നെ ഉള്ള, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ആൻഡ് ഫസ്റ്റ് ലൈൻ ഡിഫൻസ് ആണ്. ദെൻ നോ ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നില്ല ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ. മെമ്മറിയുടെ ആവശ്യമില്ല. ഫസ്റ്റ് ലൈൻ ഡിഫൻസ് ആയതുകൊണ്ട് തന്നെ മെമ്മറി സെൽസ് ഇല്ലാതെ തന്നെ ഈ പാത്തജൻസിനെതിരെയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് റെസ്പോൺസ് ആണ്. ഡെഫിസിൻസും ഫാഗോസൈറ്റോസിസും കോംപ്ലിമെന്റ് സിസ്റ്റം ഒക്കെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നത്. ദെൻ അടുത്തതാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇത് അഡാപ്റ്റ്സ് ഓവർ ടൈം. നമ്മൾ ഓരോ ജനറേഷൻസിന് കഴിയുമ്പോൾ അഡാപ്റ്റേഷൻസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ജനറേറ്റ്സ് ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി സെൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നത് 2 to 2 weeks വരെ എടുക്കുന്നുണ്ട്. പിന്നെ ബേസിസ് ഓഫ് വാക്സിനേഷൻ, അഡാപ്റ്റീവ് അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വാക്സിനേഷനും കൂടി ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ബി സെല്ലും ടി സെല്ലും ഒക്കെയാണ് നമ്മൾ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിനെതിരെയായിട്ട് അറ്റാക്ക് ചെയ്യുന്ന സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റം, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി രണ്ടും സെല്ലുലാർ റെസ്പോൺസും ഉണ്ട്, ഹ്യൂമറൽ കമ്പോണൻസും ഉണ്ട്. ഇതിലും സെല്ലുലാർ റെസ്പോൺസും ഉണ്ട്, ഹ്യൂമറൽ കമ്പോണൻസും ഉണ്ട്. വാട്ട് ഈസ് ഫാഗോസൈറ്റോസിസ്? എന്താണ് ഫാഗോസൈറ്റോസിസ്? It is a process of innate immune system where phagocytes engulfs and eliminate pathogens by creating a phagosome. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് സെൽസിന് ന്യൂട്രോഫിൽസ്, മാക്രോഫേജസ് ഇവയൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ അകത്തേക്ക് വരുന്ന ഫോറിൻ പാത്തജനെ എൻഗൾഫ് ചെയ്തിട്ട് അതിനെ ഒരു ലൈറ്റിക് എൻസൈംസ് വെച്ചിട്ട് അതിനെ ലൈസ് ചെയ്തിട്ട് അതിനെ ഡിഗ്രേഡ് ചെയ്തിട്ട് സെല്ലിന്റെ പുറത്തേക്ക് എക്സോസൈറ്റോസിസ് വഴി കടത്തി വരുന്നു. ഫാഗോസോം എന്ന് പറയുന്നത് ആ ഒരു പാത്തജനെ എൻഗൾഫ് ചെയ്തതിന് ശേഷമുള്ള ആ സെല്ലിനെയാണ് നമ്മൾ ഫാഗോസോം എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇനി ഇൻഫ്ലമേഷൻ എന്താണ്? ദ ബോഡീസ് നാച്ചുറൽ റെസ്പോൺസ് ടു ഇഞ്ചുറി, ഇൻഫെക്ഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ പെയിൻ, റെഡ്നെസ്, ഹീറ്റ് ആൻഡ് സ്വെല്ലിംഗ് എഡിമ. അപ്പോൾ ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം പാത്തജൻ നമ്മുടെ ബോഡിയിലേക്ക് കടന്നു വരുമ്പോൾ അതിനെതിരെയുള്ള ഡിഫൻസ് ആയിട്ട് വാസോ ഡൈലേഷൻ ഉണ്ടാവുകയും ബ്ലഡ് ഫ്ലോ ആ ഒരു റേഞ്ചിൽ കൂടുതലാവുകയും അതുപോലെ സ്വെല്ലിങ്ങും എഡിമയും വഴി പെയിൻ ജനറേറ്റ് ചെയ്തിട്ട് ആ ഒരു പാത്തജനെ കിൽ ചെയ്തിട്ട് കളയുന്ന ഒരു പ്രോസസ്സാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ആണ്. അപ്പൊ അതിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതിനെന്താ പറയാ, അനാറ്റമിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ കെമിക്കൽ ആയിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട്, പിന്നെ സിക്രീറ്ററി മോളിക്യൂൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ സെല്ലുലാർ കമ്പോണൻസും ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുന്നത്, അതിന്റെ മൂന്നാല് ടൈപ്പ് ഓഫ് ബാരിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതിന് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള ഇമ്മ്യൂണിറ്റി ആണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസ് ഇസ് പ്രൊവൈഡഡ് ബൈ 3 types of barriers: മെക്കാനിക്കൽ ബാരിയേഴ്സ്, കെമിക്കൽ ബാരിയേഴ്സ് ആൻഡ് ബയോളജിക്കൽ ബാരിയേഴ്സ്. മെക്കാനിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി സ്കിൻ ആണ്. സ്കിൻ എന്ന് പറയുമ്പോൾ സ്കോമേഷൻ, പിന്നെ മൂവ്മെന്റ് ഓഫ് സീഡിയുടെ മൂവ്മെന്റ് എന്താ, മൂക്കിലും നമ്മുടെ ചെവിയിലും ഒക്കെ എന്താണ് സീഡിയ ഉണ്ട്. ചെവിയിലുള്ളത് ഉള്ളിലാണ്, അപ്പോ മൂക്കിലുള്ള സീഡിയാസ്. അപ്പൊ അതൊക്കെ വെച്ച് ഓക്കെ, സീഡിയാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റസ്റ്റൈനിലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടുള്ള മൂവ്മെന്റ്സ്. പിന്നെ പെരിസ്റ്റാൾസിസ്, നമ്മുടെ എന്താ പറയാ, ഫുഡ് എൻഗൾഫ് ചെയ്തിട്ട് അകത്തേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. പിന്നെ ടിയർ, സലൈവ, അതുപോലെ മ്യൂക്കസ് ലൈനിങ് ഇൻ ദ റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പൊ അവിടേക്കുള്ള ഒരു ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് മെക്കാനിക്കൽ ഡിഫൻസ് അഗെയിൻസ്റ്റ് പാത്തജൻസ് ചെയ്യുക. അതുപോലെ കെമിക്കൽ ഡിഫൻസ് എന്ന് പറയുമ്പോൾ കെമിക്കൽസ് സെക്രീറ്റ് ചെയ്തിട്ട് സ്വെറ്റ്, ഫാറ്റി ആസിഡ്സ് അടങ്ങുന്ന സ്വെറ്റ്, പിന്നെ ലൈസോസൈംസ്, അസിഡിക് പി എച്ച്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡിന്റെ നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ അസിഡിക് പി എച്ച് ആണ്. സോ അത് ബാക്ടീരിയാസിലേക്ക് കൊല്ലാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡെഫസൻസിന്റെ റിലീസ്, ദെൻ ലങ്സ് സർഫക്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതും ലങ്സിലുള്ള പാത്തജൻസിനെയൊക്കെ തുരത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ നോർമൽ മൈക്രോബിയൽ ഫ്ലോറ, നമ്മുടെ ഇൻഡസ്റ്റൈനിൽ നോർമൽ ആയിട്ടുള്ള കുറച്ച് പാത്തജൻസ് ഉണ്ട്. നമ്മുടെ ഇൻഡസ്റ്റൈനുമായിട്ട് മ്യൂച്വൽ റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന ജീവികളാണ് ഈ നോർമൽ മൈക്രോബിയൽ ഫ്ലോറ എന്ന് പറയുന്നത്. ഇവ പാത്തജൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് കമ്പീറ്റ് ചെയ്തിട്ട് ന്യൂട്രിയൻസിനും അറ്റാച്ച്മെന്റ്സിനും വേണ്ടി കമ്പീറ്റ് ചെയ്തിട്ട് നമ്മുടെ പാത്തജൻസിനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ അനാട്ടമിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ എന്താ പറയാ, അനാട്ടമിക്കൽ ബാരിയേഴ്സിൽ അനാട്ടമിക്കൽ ബാരിയേഴ്സ് ബ്രീച്ച് ചെയ്ത് ഈ അകത്തേക്ക് കടക്കുകയാണ് നമ്മുടെ പാത്തജൻസ്. അപ്പൊ അവിടെ ഹ്യൂമറൽ ഫാക്ടേഴ്സ് ഫൗണ്ട് ഇൻ സീറം ആക്ട് ആസ് എ ഡിഫൻസ് മെക്കാനിസം. അപ്പൊ ഹ്യൂമറൽ ഫാക്ടേഴ്സ് ഡിഫൻസ് മെക്കാനിസം ആയിട്ട് ആക്ട് ചെയ്യും. അതിൽ കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൽ ഇൻക്രീസ് ദ വാസ്കുലർ പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയും സെൽ ലൈസിസ് ചെയ്ത് കളയുകയും അതുവഴി ഓപ്സണൈസേഷൻ ഒക്കെ ചെയ്യുന്നതാണ് കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഓപ്സണൈസേഷൻ എന്ന് വെച്ചാൽ ബാക്ടീരിയയിലേക്ക് വേറെ കമ്പോണൻസ് ഒക്കെ ബൈൻഡ് ചെയ്തിട്ട് അതിനെ പിന്നീട് ലൈസ് ചെയ്ത് കളയുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓപ്സണൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ കോയാഗുലേഷൻ സിസ്റ്റം എന്ന് പറയും. ദീസ് ഇൻക്രീസസ് ദ വാസ്കുലർ പെർമിയബിലിറ്റി, ദേ ആക്ട് ആസ് കീമോടാക്ടിക് ഏജന്റ്. ഓക്കെ, പിന്നെ ലാക്ടോഫെറിനും ട്രാൻസ്ഫെറിനും ഉപയോഗിച്ചിട്ട് അതേ അയോണിലേക്ക് ബൈൻഡ് ചെയ്തിട്ട് ബാക്ടീരിയൽ ഗ്രോത്തിനെ ഡൗൺ റെഗുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഇന്റർഫെറൻസ് മെയിൻലി വൈറസിന് കൺട്രോൾ ചെയ്യുന്ന സംഭവമാണ് ഇന്റർഫെറൻസ്. ഇറ്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്റർഫെറൻസ് എന്ന് വെച്ചാൽ വൈറസിന് റിപ്ലിക്കേഷനെ കൺട്രോൾ ചെയ്ത് വൈറസിനെ തിരുത്തുന്ന ഒരു സംഭവമാണ് ഇന്റർഫെറൻസ് എന്ന് പറയുന്നത്. സെൽസിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ലൈസോസൈം എന്ന് പറയുന്നത് ബാക്ടീരിയൽ സെൽ വോളിൽ ബ്രേക്ക് ചെയ്തിട്ട് ബാക്ടീരിയാസിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലൈസോസൈം വെച്ചിട്ടുള്ള പ്രോസസ്. ദെൻ വരുന്നതാണ് ഇന്റർലൂക്കിൻസ്. ഇന്റർലൂക്കിൻ 1 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻഡ്യൂസസ് ദ അക്യൂട്ട് ഫേസ് പ്രോട്ടീൻസ് ടു ഓപ്സണൈസ് ബാക്ടീരിയ. കുറച്ച് അക്യൂട്ട് ഫേസിലുള്ള പ്രോട്ടീൻസ് ഇൻഡ്യൂസ് ചെയ്തിട്ട് ബാക്ടീരിയനെ ഓപ്സണൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇന്റർലൂക്കിൻ 1 ചെയ്യുന്നത്. പിന്നെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ അടുത്താണ് ഫാഗോസൈറ്റിക് ആയിട്ട് എന്തോരം ഇമ്മ്യൂണൈസേഷൻ പ്രോസസ് ഒക്കെ നടക്കുന്നുണ്ട് നമുക്ക് നോക്കാം. അതിന് മെയിൻ ആയിട്ടുള്ള സംഭവമാണ് സെല്ലുലാർ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ WBCസിലുള്ള ന്യൂട്രോഫിൽസ്, മാക്രോഫേജസ്, നാച്ചുറൽ കില്ലിംഗ് സെൽസ്, ലാക് സെൽസ്, എസിനോഫിൽസ്, ഇതൊക്കെയാണ് ഫാഗോസൈറ്റോസിസ് വഴി ഒരു പാത്തജൻസിനെ സെല്ലിന്റെ ഉള്ളിലേക്ക് എടുത്ത് അതിനെ ലൈസ് ചെയ്തിട്ട് പുറത്തേക്ക് കളയുന്ന ഒരു പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. എൻഗൾഫിംഗ് എ സെൽ എന്നാണ് ഫാഗോസൈറ്റോസിസ് എന്നത് ഉദ്ദേശിക്കുന്നത്. എൻഗൾഫ് ചെയ്തിട്ട് ലൈറ്റിക് എൻസൈംസ് വെച്ച് ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിന്റെ വേസ്റ്റസ് കാര്യങ്ങളൊക്കെ സെല്ലിന്റെ പുറത്തേക്ക് കളയുകയാണ് ഈ ഒരു പ്രോസസ് വഴി ചെയ്യുന്നത്. The process of engulfing solid particles to form an internal phagosome. ഫാഗോസോം എന്ന് പറയുമ്പോൾ ഫോറിൻ പാർട്ടിക്കിളും ഉണ്ട്, ആ സെല്ലും ഉണ്ട്. സെല്ലിന് എൻഗൾഫ് ചെയ്യാണ് ഫോറിൻ പാർട്ടിക്കിൾ. അപ്പൊ ഫോറിൻ പാർട്ടിക്കിൾ ഇപ്പൊ എവിടെയാണ്? സെല്ലിന്റെ അകത്താണ്. സോ അതിനെ ഫാഗോസോം എന്നാണ് വിളിക്കുക. വിച്ച് ഡൈജസ്റ്റ് ദ പാത്തോജൻ വയ ലൈസോസോം ഉപയോഗിച്ചിട്ട് ആ പാത്തോജനെ അവര് ഡൈജസ്റ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ദെൻ അതിന്റെ ഡെബ്രിസിനെയൊക്കെ പുറത്തേക്ക് കളയുക ചെയ്യും. അതിന് ഒന്നാമത്തെ സെല്ലാണ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. അത് ഫാഗോസൈറ്റോസിസ് ചെയ്തിട്ട് മൈക്രോബ്സിനെ കിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ന്യൂട്രോഫിൽസ് ചെയ്യുന്നത്. മാക്രോഫേജസ് വരുമ്പോഴത്തേക്കും ഇൻട്രാസെല്ലുലാർ കില്ലിങ്ങും വരും. പിന്നെ ടിഷ്യൂ റിപ്പയർ മാക്രോഫേജസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആന്റിജൻ പ്രസന്റേഷൻ ഒരു ഫംഗ്ഷനാണ്.
പിന്നെ NK സെൽസ്, നാച്ചുറൽ കില്ലർ സെൽസും ലാക് സെൽസും. അവ നോൺ സ്പെസിഫിക്കലി ആയിട്ട് വൈറസിനെ കില്ല് ചെയ്യുന്നൊരു ഏജൻസ് ആണ്. ഇൻഫെക്റ്റഡ് ആൻഡ് ട്യൂമർ സെൽസിലുള്ള ട്യൂമർ സെൽസിനെയും ഇത് കില്ല് ചെയ്യും. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസും ട്യൂമർ സെൽസിനെയും നാച്ചുറൽ കില്ലർ സെൽസ് കില്ല് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളതാണ് എസിനോഫിൽസ്. എസിനോഫിൽസ് എന്ന് വെച്ചാൽ ലൈറ്റ് ഗ്രാനുൾസ്, ദ കിൽ പാരസൈറ്റ്സ്. സെയിം ഫാഗോസൈറ്റിക് പ്രോസസ് തന്നെയാണ്. അപ്പോ ഇതാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇത് സെല്ലാണ്. ഇതാ സെല്ലിന്റെ അകത്തേക്ക് ബാക്ടീരിയ ഇങ്ങനെ കയറുകയാണ്. സോ ഇറ്റ് എൻഗൾഫ്സ്. സെല്ല് എൻഗൾഫ് ചെയ്യാണ് ചെയ്യുന്നത് ബാക്ടീരിയനെ, പാത്തജനെ. എന്നിട്ട് ഇതകത്തേക്ക് കടന്നു. സോ ഇത് ഫാഗോസോമായിട്ട് മാറി. ഫാഗോസോമായിട്ട് മാറിയ ശേഷം ഗോൾഗി അപ്പാരറ്റസിൽ നിന്നും ലൈസോസോം വരാണ് വിത്ത് ഡൈജസ്റ്റീവ് എൻസൈംസ്. അപ്പൊ അത് ഫാഗോസോമുമായിട്ട് അങ്ങ് ബൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന്റെ കണ്ടൻസ് ഒക്കെ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഫാഗോലൈസോമായിട്ട് അത് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ലൈസോസോം എന്ത് ചെയ്യുന്നുണ്ട്? പാത്തജനെ എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യും. അപ്പൊ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഡെബ്രിസും കാര്യങ്ങളും വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ സെല്ലിന്റെ പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. അടുത്തത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ബയ ഇൻഫ്ലമേറ്ററി ബാരിയേഴ്സ്. ഇൻഫ്ലമേറ്ററി ബാരിയേഴ്സ് വഴി 4 ഡിസ്റ്റിങ് ഫിസിയോളജിക്കൽ സൈൻസ് ആണ്. ആദ്യം ട്യൂമർ ഫോം ചെയ്യും, ഒരു ട്യൂമർ സ്വെല്ലിംഗ്, ഒരു എഡിമ ഫോം ചെയ്യും. ദെൻ ആ ഒരു സ്ഥലത്തുള്ള ആർട്ടറീസ് അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറീസിന് വാസോഡൈലേഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വാസോഡൈലേഷൻ കഴിഞ്ഞിട്ട് അടുത്തത് ബ്ലഡ് ഫ്ലോ അവിടത്തേക്ക് കൂടുകയും ചെയ്യും. പിന്നെ പെയിൻ വന്നിട്ട് കെമിക്കൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ പ്രോസസ്സാണ് ടിഷ്യൂ ഇഞ്ചുറി. Then release of chemicals, kinins, prostaglandins, histamines. They cause vasodilation and chemotaxis. Then leukocyte migration. Neutrophil arise first, followed by macrophages within 72 hours. സെയിം ഈ സംഭവം എന്ന് വെച്ചാൽ ഒരു ടിഷ്യൂ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന ഒരു പ്രോസസ് ഒക്കെയാണ് ഞാനിപ്പോ പറഞ്ഞത്. ടിഷ്യൂ ഡാമേജ് കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം ആ ഒരു ടിഷ്യൂ എന്ത് ചെയ്യും? സ്വെൽ ചെയ്യും. ദെൻ അവിടത്തേക്ക് വാസോഡൈലേഷൻ ഉണ്ടാവും, ഒരുപാട് ബ്ലഡ് ഫ്ലോ വരും, പെയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ആ പാത്തജന്റെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് വഴി ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേ ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ഹാർംഫുൾ സബ്സ്റ്റൻസസ് ആൻഡ് ഡിസ്പോസ് ദ ഡെഡ് ടിഷ്യൂ ആൻഡ് ഓൾസോ പ്രൊമോട്ട് ദ നോർമൽ ടിഷ്യൂ റിന്യൂവൽ. ഓക്കെ, ദെൻ ഇതൊരു ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോസസ് ഓഫ് ഇൻഫ്ലമേഷൻ. അപ്പൊ ആദ്യം ബാക്ടീരിയയിലെ പാത്തജൻ ടിഷ്യൂ ഡാമേജ് നടക്കുമ്പോൾ മൂണ്ടിലൂടെ അകത്തേക്ക് കടക്കുകയാണ് ചെയ്യുക. അകത്തേക്ക് കടത്തതിന് ശേഷം കുറച്ച് പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ അഗ്രിഗേറ്റ് ചെയ്യും. ബ്ലഡ് ക്ലോട്ടിങ് പ്രോട്ടീൻസ് ഒക്കെ വൂണ്ട് സൈറ്റിലേക്ക് വരും. അപ്പൊ ഇത് അകത്തേക്ക് കിടന്നു കഴിയുമ്പോൾ മാസ്റ്റ് സെല്ലില് ഫാക്ടേഴ്സ് മീഡിയേറ്റ് വാസോഡൈലേഷൻ. അപ്പൊ അവിടെ വാസോഡൈലേഷൻ, ബ്ലഡ് വെസൽ ഡൈലേറ്റ് ചെയ്യാണ് ചെയ്യുക. വാസോഡൈലേഷൻ നടക്കുമ്പോൾ ന്യൂട്രോഫിൽസ് ബ്ലഡ് വെസൽസിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഈ പാത്തജൻസിനെ എൻഗൾഫ് ചെയ്യും. അതുപോലെ തന്നെ മാസ്റ്റ് സെൽസും ഇതേപോലെ തന്നെ പാത്തജൻസിനെ എൻഗൾഫ് ചെയ്യും. മാക്രോഫേജസും ഈ പാത്തജൻസിനെ എൻഗൾഫ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്തതിന് ശേഷം ബ്ലഡിലേക്ക് കടക്കാതെ പാത്തജൻസിനെ എല്ലാം കില്ല് ചെയ്ത് കളഞ്ഞൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഇവിടെ ബ്ലഡ് വെസൽ എന്ത് ചെയ്യും? വാസോഡൈലേഷൻ സംഭവിക്കുകയും ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവുകയും ചെയ്യും. ചെറിയൊരു പെയിൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. പിന്നീട് ആ വൂണ്ട് എന്ത് ചെയ്യും? റിപ്പയർ ചെയ്യും. അപ്പോൾ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും റിമെമ്പർ പാത്തജൻസ്. ഇത് റിമെമ്പർ ചെയ്ത് വെക്കും. പാത്തജൻസിന് ഇന്നീറ്റ് ഇമ്മ്യൂണിറ്റിക്ക് ശേഷം അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ സെക്കൻഡറി റെസ്പോൺസ്, പ്രൈമറി റെസ്പോൺസ് കഴിഞ്ഞിട്ട് സെക്കൻഡറി റെസ്പോൺസ് വരുമ്പോഴത്തേക്കും പാത്തജൻസിനെ മെമ്മറി സെൽസ്, പാത്തജന്റെ ആന്റിജൻസ് എടുത്തിട്ട് മെമ്മറി സെൽസിൽ സൂക്ഷിച്ചു വെക്കും. അപ്പൊ സെക്കൻഡറി ഇൻഫെക്ഷൻ, റീഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും ഈ പാത്തജൻസിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിഫൻസ് മെക്കാനിസംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ചെയ്യുക. അപ്പൊ ഇവിടെ ഇതിന്റെ മെയിൻ ഹോൾമാർക്സ് എന്ന് പറയുന്നത് ഒന്ന് ഇമ്മ്യൂണോളജിക്കൽ റെക്കഗ്നിഷൻ ആണ്, രണ്ടാമത്തത് സെൽഫ് അല്ലെങ്കിൽ നോൺ സെൽഫ് ഡിസ്ക്രിമിനേഷൻ ആണ്, മൂന്നാമത്തത് ഇമ്മ്യൂണോളജിക്കൽ സ്പെസിഫിസിറ്റിയും, നാലാമത്തത് ഇമ്മ്യൂണോളജിക്കൽ മെമ്മറിയാണ്. ഈ ഇമ്മ്യൂണോജൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ആന്റിജൻ ഇവോക്കി ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ഏത് ആന്റിജൻ ആണ് ഇമ്മ്യൂൺ റെസ്പോൺസിനെ ഇവോക്ക് ചെയ്യുന്നത് അതിന് നമ്മൾ ഇമ്മ്യൂണോജൻ എന്ന് വിളിക്കും. ആന്റിജൻ അല്ല, വിച്ച് ഏജന്റ് എവോക്സ് ഇമ്മ്യൂൺ റെസ്പോൺസ്, അതിനെയാണ് നമ്മൾ ഇമ്മ്യൂണോജൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ആന്റിജൻ എന്താണ്? സബ്സ്റ്റൻസ് റിയാക്ടിങ് വിത്ത് ആന്റിബോഡി. ആന്റിബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആന്റിബോഡി ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആന്റിജൻ എന്ന് വിളിക്കുന്നത്.
ഓക്കെ. അപ്പോ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസസിൽ എന്തൊക്കെയാണ് മസ്റ്റ് ആയിട്ടുള്ളത്? ഒന്ന്, ദേ റെക്കഗ്നൈസ് എ മൈക്രോ ഓർഗാനിസം ആസ് ഫ്ലോറിൻ നോൺ സെൽഫ് ആസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം സെൽഫ്. അപ്പൊ സെൽഫ് ആന്റിജൻസിൽ നിന്നും നോൺ സെൽഫ് ആയിട്ടുള്ള വേറൊരു ആന്റിജനെ എന്താണ് റെക്കഗ്നൈസ് ചെയ്യുക. പുറത്തുനിന്ന് വരുന്ന ആന്റിജൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഇഷ്ടം പോലെ ആന്റിജൻസ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ സെൽഫ് ആന്റിജൻസ് ഉണ്ട്. അപ്പൊ പുറത്തുനിന്ന് വരുന്നതാണ് എന്ന് ഉറപ്പിക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സോ അതിനാണ് റെക്കഗ്നൈസ് ചെയ്യുന്ന സ്റ്റെപ്പ്. രണ്ടാമത്തേതാണ് റെസ്പോൺസ് സ്റ്റെപ്പ്. ദേ റെസ്പോൺസ് ടു മൈക്രോ ഓർഗാനിസംസ് ബൈ പ്രൊഡക്ഷൻ ഓഫ് സ്പെസിഫിക് ആന്റിബോഡീസ് ആൻഡ് സ്പെസിഫിക് ലിംഫോസൈറ്റ്സും സ്പെസിഫിക് ആന്റിബോഡീസും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റെസ്പോൺസ് സ്റ്റെപ്പിൽ നടക്കുന്നത്. ദെൻ മീഡിയേറ്റ് ദ എലിമിനേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. മൂന്നാമതായിട്ട് മൈക്രോ ഓർഗാനിസത്തിന്റെ എലിമിനേഷൻ മീഡിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ 3 ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ആണുള്ളത്. ഫിസിക്കൽ ബാരിയേഴ്സ്, സെല്ലുലാർ ബാരിയേഴ്സ് ആൻഡ് കെമിക്കൽ ബാരിയേഴ്സ്. ഓക്കെ. അപ്പൊ സ്കിന്ന്, മ്യൂക്കസ് മെമ്പറൈൻസ്, മോണോസൈറ്റ്സ്, മാക്രോഫേജസ്, ന്യൂട്രൽസ് ആണ് സെല്ലുലാർ ബാരിയേഴ്സ്. കെമിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് pH, ലിപ്പിഡ്, എൻസൈംസ്, അത് എക്സെട്ര. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഹ്യൂമറിലും ഉണ്ട്, സെല്ലുലാറും ഉണ്ട്. ഹ്യൂമറിൽ വരുന്നത് ബി സെൽസും ആന്റിബോഡീസിന്റെ ക്രിയേഷനും അതുവഴി സെല്ലുലാർ റെസ്പോൺസ്. സെല്ലുലാർ എന്ന് പറയുന്നത് ടി സെൽസിന്റെ ക്രിയേഷനും ലിംഫോകൈൻസിന്റെ ക്രിയേഷനും അതുവഴി സെല്ലുലാർ റെസ്പോൺസ് ഒക്കെയാണ്. ഓക്കെ. ദെൻ അടുത്താണ് കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിലുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ ഇറ്റ് കണ്ടെയ്ൻസ് 30 soluble proteins synthesized by the liver present in an inactive form in the serum. സെറമിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള സെറത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് കമ്പോണൻസ് ആണ് ഈ കോംപ്ലിമെന്റ് സിസ്റ്റം ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതില് ഹോസ്റ്റ് ഡിഫൻസ് അഗെയിൻസ്റ്റ് വേരിയസ് ഇൻഫെക്ഷൻ, എല്ലാ ഇൻഫെക്ഷനെതിരെയായിട്ടുള്ള ഹോസ്റ്റിന്റെ ഡിഫൻസ് മെക്കാനിസം ആണ് കോംപ്ലിമെന്റ് സിസ്റ്റം. ആൻഡ് ഓൾസോ ഇന്റർഫേസ് ബിറ്റ്വീൻ ഇന്നേറ്റ് ആൻഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിലുള്ള ഒരു സിസ്റ്റമാണ് കോംപ്ലിമെന്റ് സിസ്റ്റം. അതിനുശേഷം ഇത് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആയിട്ട് മാറും. ദെൻ വേസ്റ്റ് ക്ലിയറൻസ്, എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോംപ്ലിമെന്റ് സിസ്റ്റത്തിലൂടെ നടക്കുന്നത്. അപ്പോ ഇതില് കോംപ്ലിമെന്റ് സിസ്റ്റത്തിന് ഉള്ള മെയിൻ 3 പാത്വേസ് ആണ് ക്ലാസിക്കൽ പാത്വേ, ഓൾട്ടർനേറ്റീവ് പാത്വേ ആൻഡ് ലെക്റ്റിൻ പാത്വേ. ഇത് മൂന്നും കൂടി C5b എന്ന് പറയുന്ന ഒരു ടെർമിനൽ കോംപ്ലിമെന്റ് കോംപ്ലക്സ് ഫോം ചെയ്യാനായിട്ട് കാരണമാകും. ഇത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് ഫോർമേഷൻ ആണ്. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് ദി പാത്തജൻസ്. ഓക്കെ. അപ്പോൾ ക്ലാസിക്കൽ പാത്വേ ഇനീസിയേഷൻ നടക്കുന്നത് C1 കോംപ്ലക്സ് യൂസ് ചെയ്തിട്ടാണ്. C1 കോംപ്ലക്സിന് C1q ഉണ്ട്, C1r ഉണ്ട്, C1s ഉണ്ട്. 3 ടൈപ്പ് ഓഫ് സംഭവങ്ങളുണ്ട്. ഈ 3 ടൈപ്പ് ഓഫ് സാധനങ്ങളും ഒരുമിച്ച് ചേർന്നിട്ട് ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സിലേക്ക് ബൈൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ആയിട്ട് ക്ലീവേജ് ഓഫ് C4ഉം C2ഉം ചെയ്യും. എന്നിട്ട് അത് ക്ലീവ് ചെയ്തു വരുന്ന കമ്പോണൻസിൽ കുറച്ചെണ്ണം ഡൈജസ്റ്റ് ആയി പോകും, കുറച്ച് പോയിട്ട് ആ ഒരു കമ്പോണന്റിലേക്ക് ബൈൻഡ് ചെയ്യും. ആ ഒരു ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സും കമ്പോണന്റിലേക്കും ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്തതിനു ശേഷം C3 കൺവെർട്ടേസ് ഫോം ചെയ്തിട്ട് പിന്നെ അത് C5 കൺവെർട്ടേസ് ഫോം ചെയ്തിട്ട് ദെൻ C5 to C5b എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ആയിട്ട് മാറ്റുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ടെർമിനൽ കോംപ്ലിമെന്റ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ടെർമിനൽ കോംപ്ലിമെന്റ് കോംപ്ലക്സ് എന്ന് പറയുന്നതാണ് C5b. അത് ഫോം ചെയ്യാനാണ് ക്ലാസിക്കൽ പാത്വേയിൽ ഇത്രയും സ്റ്റെപ്സ് നടക്കുന്നത്. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ C1q, C1r2, C1s2 ഈ 3 സംഭവങ്ങളാണ് മാനോസും ടാർഗറ്റ് സർഫേസ് ഈ ഒരു ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സിലേക്ക് ബൈൻഡ് ചെയ്യുന്നത്. ഇതാണ് ക്ലാസിക്കൽ പാത്വേ എന്ന് പറയുന്നത്. ഓക്കെ. ക്ലാസിക്കൽ പാത്വേ എന്ന് പറയുന്നത് മാനോസ് ബൈൻഡിങ് ആയിട്ടുള്ള ലെക്റ്റിൻ പ്രോട്ടീൻ ആണ് ആദ്യം ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ. മാനോസ് ബൈൻഡിങ് ആയിട്ടുള്ള ലെക്റ്റിൻ പ്രോട്ടീൻ ആണ് ആദ്യം ഇവിടെ ബൈൻഡ് ചെയ്യുന്നത്. ഇത് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 3 കോംപ്ലക്സസ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് MBL ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള സെറിൻ പ്രോട്ടിയേസ് ആക്ടിവേറ്റഡ് ആവുകയാണ് ചെയ്യുക. സോ അത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം C4നെ C4a ആയിട്ടും C4b ആയിട്ടും കൺവേർട്ട് ചെയ്യും. ഈ C4a എന്ന് പറയുന്നത് ഡിഫ്യൂസ് ചെയ്ത് പോവുകയും C4b എന്ന് പറയുന്നത് ഈ ഒരു ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് സെറിൻ കോംപ്ലക്സിലേക്ക് ബൈൻഡ് ചെയ്യാണ് ചെയ്യുക. നെക്സ്റ്റ് അത് C2നെ C2b ആയിട്ടും C2a ആയിട്ട് കൺവേർട്ട് ചെയ്യും. C2b ഡൈജസ്റ്റ് ചെയ്ത് പോവും, C2a ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും. ദെൻ അപ്പൊ ആ ഒരു കോംപ്ലക്സിന് C4ഉം C4bയും C2a കോംപ്ലക്സിന് നമ്മൾ C3 കൺവെർട്ടേസ് എന്നാണ് വിളിക്കുക. അപ്പൊ ഈ C3 കൺവെർട്ടേസ് C3നെ C3a ആയിട്ടും b ആയിട്ടും കൺവേർട്ട് ചെയ്യും. C3a ഡിഫ്യൂസ് ചെയ്ത് പോവും, ബാക്കിയുള്ളത് C3b ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും. അപ്പൊ ഈ ഒരു കോംപ്ലക്സ്, ഈ ഒരു ഫുൾ കോംപ്ലക്സിന് നമ്മൾ C5 കൺവെർട്ടേസ് എന്നാണ് വിളിക്കുക.
അപ്പൊ ഈ C5 കൺവേർട്ടേഴ്സ് എന്ത് പറ്റും? C5നെ C5A ആയിട്ടും C5B ആയിട്ടും മാറ്റും. C5A ഡിഫ്യൂസ് ചെയ്ത് പോകും. ഈ C5B എന്ത് ചെയ്യും? C5-6ലേക്ക് പോയിട്ട് C6 കമ്പോണന്റിലേക്ക് പോയിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് മാക്കിലേക്ക് ലീഡ് ചെയ്യും. മാക്ക് എന്താണ്? മാക്ക് എന്തായിരുന്നു? മാക്ക് മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ്. മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സിലേക്ക് പോകും. C6ന് കുറച്ച് പാത്വേസ് ഉണ്ട്. കുറച്ച് പാത്വേ അല്ല, C6ന് കുറച്ച് കമ്പോണൻസ് ആയിട്ട് മാറ്റുന്നുണ്ട്. അതിനുശേഷം അത് മാക്കിലേക്ക് പോവുകയും ഒരു പാത്തജൻ ഡിസ്ട്രക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അടുത്ത പാത്വയാണ് ഓൾട്ടർനേറ്റീവ് പാത്വേ. ഓൾട്ടർനേറ്റീവ് പാത്വേയില് സ്ലോ സ്പോണ്ടേനിയസ് ഹൈഡ്രോളിസിസ് ഓഫ് C3 to C3B ആണ് നടക്കുക. അപ്പോൾ ഇതൊക്കെ ഫോറിൻ സബ്സ്റ്റൻസസ് വിച്ച് ഇസ് ട്രിഗേർഡ് ബൈ ലോ സാലിസിലിക് ആസിഡ് ഉള്ളത്. ആന്റിബോഡി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആന്റിജൻസിനെയാണ് ഈ ഒരു ഓൾട്ടർനേറ്റീവ് പാത്വേയിൽ എടുക്കുക. അപ്പോൾ ദേ ആർ ട്രിഗേർഡ് ബൈ ഫോറിൻ സർഫസസ്. ഓക്കെ, അപ്പൊ ഹൈഡ്രോളൈസിസ് ആണ് ഇതിൽ ആദ്യം നടക്കുക. അപ്പൊ C3 എന്നുള്ളത് C3Bയിലേക്ക് മാറും. പിന്നെ ബൈൻഡിങ് ആണ് നടക്കുക. അപ്പൊ ആദ്യം C3Bയിലേക്ക് ഫാക്ടർ B വന്ന് ബൈൻഡ് ചെയ്യും. ഫാക്ടർ B വന്ന് ബൈൻഡ് ചെയ്തതിനു ശേഷം ഫാക്ടർ D എന്ന് പറയുന്ന സാധനം ബിനെ ക്ലീവ് ചെയ്യും. ബിയും ബി ആയിട്ട് ക്ലീവ് ചെയ്യും. എന്നിട്ട് C3 കൺവേർട്ടേഴ്സ് ഫോം ചെയ്യും. then C5 കൺവേർട്ടേഴ്സ് ഫോം ചെയ്യും. അതിനുശേഷം അത് C6ലേക്ക് പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെയാണ് നടക്കുക. ഇതാ ഇവിടെ C3B അവിടെ വെച്ചിട്ടാണ് ആക്ടിവേറ്റഡ് ആവുക ഈ ഒരു പാത്വേ. അപ്പോൾ എന്താണ് ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് C3B ആയിട്ട് ബൈൻഡ് ചെയ്യും. ഈ C3Bയിലേക്ക് ഫാക്ടർ B വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഫാക്ടർ B അതിവിടെ കാണിച്ചിട്ടില്ല കേട്ടോ. ഫാക്ടർ Bനെ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. BBയും BA ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫാക്ടർ B ആദ്യം വന്ന് ബൈൻഡ് ചെയ്യും കേട്ടോ. ബൈൻഡ് ചെയ്തതിന് ശേഷം ഫാക്ടർ D ഉണ്ടല്ലോ, ഈ ഫാക്ടർ D വന്നിട്ടാണ് ഫാക്ടർ Bനെ ഫാക്ടർ BBയും ഫാക്ടർ BA ആയിട്ട് ക്ലീവ് ചെയ്യുക. എന്ന് വെച്ചാൽ രണ്ട് കമ്പോണൻസ് ആക്കി മാറ്റുക. എന്നിട്ട് ഈ ഒരു BA എന്നുള്ളത് ഡിഫ്യൂസ് ചെയ്ത് പോകും. BB അവിടെ തന്നെ അറ്റാച്ച് ചെയ്തേക്കും. ഇത് പ്രൊപ്പരഡിൻ സ്റ്റെബിലൈസ് ചെയ്യും. പ്രൊപ്പരഡിൻ എന്ന് പറഞ്ഞൊരു കമ്പോണന്റിനെ സ്റ്റെബിലൈസ് ചെയ്യും. സോ അത് C3നെ C3A ആയിട്ട് കൺവേർട്ട് ചെയ്യും. C3A ഡിഫ്യൂസ് ചെയ്ത് പോകും. C3B വന്നിട്ട് ഈ ഒരു കോംപ്ലക്സിലേക്ക് ബൈൻഡ് ചെയ്യുകയും ഇതിനെ C5 കൺവേർട്ടേഴ്സ് ആയിട്ട് മാറ്റുകയും ചെയ്യും. C5 കൺവേർട്ടേഴ്സ് ആയതിനു ശേഷം C5നെ C5Aയും B ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. C5A ഡിഫ്യൂസ് ചെയ്യുന്നു. C5B എന്തെയും C6ലേക്ക് പോയിട്ട് ബൈൻഡ് ചെയ്യും. സോ മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സിന്റെ ഫോർമേഷൻ പാത്വേയിലേക്ക് അത് പോകും. ഇനി ലെക്റ്റിൻ പാത്വേ എന്ന് പറയുന്നത് മാനോസ് ബൈൻഡിങ് ലെക്റ്റിൻ പാത്വേ ആണ്. മാനോസ് റെസിഡ്യൂസ് ഉള്ള മൈക്രോ ഓർഗാനിസത്തിനെ പോയിട്ടാണ് ഇത് ബൈൻഡ് ചെയ്യുക. മാസ്പ് എന്ന് പറയുന്ന NBL അസോസിയേറ്റഡ് സെറിൻ പ്രോട്ടീൻസ് ആണ് അവിടെ ആക്ടിവേറ്റഡ് ആവുന്നത്. മാസ്പ് C4നെയും C2വിനെയും ക്ലീവ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ക്ലാസിക്കൽ പാത്വേ ആയിട്ട് ഐഡന്റിക്കൽ ആണ്. അതായത് NBL എന്ന് പറയുന്ന മാനോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൈക്രോ ഓർഗാനിസത്തിനെയാണ് ഈ ഒരു സിസ്റ്റം ക്ലീവ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് മാത്രം വ്യത്യാസം ഉണ്ടാവും. ബാക്കിയെല്ലാം ക്ലാസിക്കൽ പാത്വേസ് ആയിട്ട് സിമിലർ ആണ്. എന്താ ഇവിടെ FC പ്രോട്ടീൻ ആണ് ഇവിടെ വന്ന് FC പോർഷൻ ആന്റിബോഡിയുടെ FC പോർഷനിലാണ് ഈ C1Q CR2 CS2 വന്നിട്ട് കോംപ്ലക്സ് വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ക്ലാസിക്കൽ പാത്വേ ആയിട്ട് സെയിം സംഭവമാണ്. FC പോർഷനിൽ വന്ന് ബൈൻഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ NBLന്റെ ആക്ടിവേഷനും മാത്രമേ ഉള്ളൂ. അത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ക്ലാസിക്കൽ പാത്വയുടെ സെയിം സ്റ്റെപ്പാണ്. അതായത് ഇവിടെ കണ്ടോ, C4B വന്ന് ബൈൻഡ് ചെയ്യുന്നതും പിന്നെ C2A വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട്, C3B വന്ന് ബൈൻഡ് ചെയ്യുന്നത് സെയിം പ്രോസസ് ആണ് കേട്ടോ. ക്ലാസിക്കൽ പാത്വയുടെ സെയിം പ്രോസസ് ആണ്. C5 കൺവേർട്ടേഴ്സ് വന്നതിന് ശേഷം C5A ആയിട്ട് മാറ്റിയിട്ട് C5A ഡിഫ്യൂസ് ചെയ്ത് പോകും. C5B MAC മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സിലേക്ക് പോവുകയും ചെയ്യും. ഇനി 3 പാത്വേ ആയി, ക്ലാസിക്കൽ പാത്വേ, ഓൾട്ടർനേറ്റീവ് പാത്വേ, ലെക്റ്റിൻ പാത്വേ. ഇത് മൂന്നും കൂടി എന്ത് ചെയ്യും? MACയിലേക്ക് വരും. മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് ആയിട്ട് മാറും. മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സിന്റെ ആദ്യത്തെ പ്രോസസ് ആണ് ഇനീസിയേഷൻ എന്ന് പറയുന്നത്. അതിനെ C5 കൺവേർട്ടേഴ്സിനെ ക്ലീവ് ചെയ്തിട്ട് C5നെ C5A ആയിട്ടും C5B ആയിട്ടും മാറ്റും. C5A എന്ത് ചെയ്യും? ഡിഫ്യൂസ് ചെയ്യും. C5B എന്ത് ചെയ്യും? ഇറ്റ് ബൈൻഡ്സ് ടു ദ ടാർഗറ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ പോയിട്ട് ബൈൻഡ് ചെയ്യും. then C5Bനെ C6 സ്റ്റെബിലൈസ് ചെയ്യും. then C7 അതിലേക്ക് ആഡ് ചെയ്യും. C8 അതിലേക്ക് ആഡ് ചെയ്യും. C9 എന്ത് ചെയ്യും? പോളിമറൈസ് ചെയ്യും. എന്ത്? C5B, C6, C7, C8 ഈ കോംപ്ലക്സിലേക്ക് C9 മോളിക്യൂൾ പോളിമറൈസ് ചെയ്യും. then അതിനുശേഷം ഫോംസ് 70 to 100 ആംസ്ട്രോം പോർ ഫോം ചെയ്യും. ആ ഒരു സെൽസില് പോർ ഫോം ചെയ്യും. ഇത്രയും ആംസ്ട്രോമിലുള്ള പോർസ് ഫോം ചെയ്യും. പോർസ് ഫോം ചെയ്തതിനു ശേഷം ഇറ്റ് കോസസ് വാട്ടർ ഇൻഫ്ലക്സ്. ഉള്ളിലേക്ക് വാട്ടർ ഇൻഫ്ലക്സ് നിർത്തും. അപ്പോൾ ഒരുപാട് വാട്ടർ സെല്ലിന്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ഓസ്മോട്ടിക് ഇൻസ്റ്റെബിലിറ്റി കാരണം സെല്ല് ലൈൻസ് ആയി പോകും. അങ്ങനെയാണ് ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നത്.
അപ്പോൾ ക്ലാസിക്കൽ പാത്വേ ഉണ്ട്, ആൾട്ടർനേറ്റീവ് പാത്വേ ഉണ്ട്, ലെക്റ്റിൻ പാത്വേ ഉണ്ട്. ഇത് മൂന്നും C5Bയിലാണ് അവസാനിക്കുന്നത്. ദെൻ C5B മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സിലേക്ക് കടക്കുന്നു, ടെർമിനൽ പാത്വേയിലേക്ക്. C5Bയിലേക്ക് C6 വന്ന് അറ്റാച്ച് ചെയ്യുന്നു, C7 വന്ന് അറ്റാച്ച് ചെയ്യുന്നു, C8 വന്ന് അറ്റാച്ച് ചെയ്യുന്നു, മൾട്ടിപ്പിൾ C9 യൂണിറ്റ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അത് നമ്മുടെ പാത്തജനിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നു. പാത്തജൻസിൽ പോർസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ പോർസ് വഴി വെള്ളം ഉള്ളിലേക്ക് കടക്കുന്നു. വെള്ളം ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഓസ്മോട്ടിക് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകും. സോ അങ്ങനെ പാത്തജൻസിനെ കില്ല് ചെയ്യും. ഇതാണ് ഈ ഒരു പ്രോസസ്സിൽ കോംപ്ലിമെന്റ് സിസ്റ്റത്തിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ക്ലാസിക്കൽ പാത്വേ? വിച്ച് പാത്വേ സ്റ്റാർട്ട്സ് വെൻ C1 recognizes a microbial surface or bound antibody? The classical pathway. അപ്പോൾ ഒരു മൈക്രോബിയൽ സർഫസിലിട്ട് ആന്റിബോഡി ബൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സിൽ, അല്ലെങ്കിൽ മൈക്രോബിയൽ സർഫസിനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴോ ആന്റിബോഡി ബൗണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴോ നടക്കുന്ന പാത്വേ ആണ് ക്ലാസിക്കൽ പാത്വേ. ആന്റിബോഡി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പാത്വേ ആണ് സ്പോണ്ടേനിയസ് C3 മാത്രം ഹൈഡ്രോളൈസിസ്. C3 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാത്വേനെ നമ്മൾ എന്താ പറയാ? ഓൾട്ടർനേറ്റീവ് പാത്വേ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റ് 1 പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇമ്മ്യൂൺ ഓർഗൻസിനെ പറ്റി പഠിച്ചല്ലേ? എന്താണ് പ്രൈമറി ഇമ്മ്യൂൺ ഓർഗൻസ്, പിന്നെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിനെ പറ്റിയിട്ട് പഠിച്ചു. പിന്നെ അതിപ്പോ പ്രൈമറിയിൽ എന്തൊക്കെയാ? ബോൺ മാരോയും തൈമസും. സെക്കൻഡറിയിൽ സ്പ്ലീനും ലിംഫ് നോഡ്സും പിയേഴ്സ് പാച്ചസും. ഇമ്മ്യൂൺ ടൈപ്സ് എന്തൊക്കെയായിരുന്നു? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും പിന്നെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്താ? ബർത്തിന് മുതലേ ഉള്ളതാണ്. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഒരു എന്താ പറയാ ലൈഫിന്റെ സ്റ്റേജസിൽ വരുന്ന ഒരു ഇമ്മ്യൂണിറ്റി ആണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ കോംപ്ലിമെന്റ് സിസ്റ്റം 3 ടൈപ്പ് ഓഫ് കോംപ്ലിമെന്റ് സിസ്റ്റം ഉണ്ട്. കോംപ്ലിമെന്റ് പാത്വേസ് ഓൾട്ടർനേറ്റീവ് ഉണ്ട്, ക്ലാസിക്കൽ ഉണ്ട്, ലെക്റ്റിൻ പാത്വേ ഉണ്ട്. ഇത് മൂന്നും കൂടി മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് പാത്തജൻസിനെ കില്ല് ചെയ്താണ് ചെയ്യുക. ഓക്കെ, അപ്പോ എന്താണ് ഫോർ ഇൻഡിപെൻഡന്റ് റിവ്യൂ ആൻഡ് സെൽഫ് അസസ്മെന്റ് എന്താണ്? വാട്ട് ആർ ദ വേരിയസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്? എന്തൊക്കെയാണ് പ്രൈമറിയും സെക്കൻഡറിയും ലിംഫോയിഡ് ഓർഗൻസ്? അറിയാലോ അല്ലെ? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്തൊക്കെയാണ്? തൈമസും ബോൺ മാരും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എഴുതുക. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ സ്പ്ലീന്, ലിംഫ് നോഡ്സ്, ലിംഫാറ്റിക് സിസ്റ്റം, പിയേഴ്സ് ഗ്ലാൻഡ്, മാൾട്ട്, ഗാൾട്ട്, അതൊക്കെ വരും. വാട്ട് ആർ ദ വേരിയസ് കമ്പോണൻസ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം? എന്തൊക്കെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ കമ്പോണന്റ്? ഹ്യൂമറൽ ഉണ്ട്, പിന്നെന്താ ഫാഗോസൈറ്റിക് ഉണ്ട്. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് കമ്പോണൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പറയാം. വാട്ട് ആർ 3 ഡിഫറെന്റ് വേസ് ഓഫ് കോംപ്ലിമെന്റ് സിസ്റ്റം ആക്ടിവേഷൻ? ഏതൊക്കെയായിരുന്നു? ക്ലാസിക്കൽ പാത്വേ, ഓൾട്ടർനേറ്റീവ് പാത്വേ, ലെക്റ്റിൻ പാത്വേ. അതൊക്കെയാണ് പറയേണ്ടത് കേട്ടോ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആൻഡ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ബോൺ മാരോയും തൈമസും പറയാം. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ സ്പ്ലീനും ലിംഫ് നോഡ്സും ലിംഫാറ്റിക് സിസ്റ്റം ഒക്കെ പറയാം. അപ്പോ ബോൺ മാരോ എന്ന് പറയുന്നത് എന്താണ്? അവിടെയാണ് സെൽസ് ഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ തൈമസ് എന്ന് പറയുന്നത് T സെല്ലിന്റെ മെച്ചുറേഷൻ. എവിടെയാണ് സെൽസ് ഫോം ചെയ്യുകയും സെൽസ് മെച്ചുവർ ചെയ്യുകയും ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയാം. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത് ആ ഒരു സെൽസ്, ഇമ്മ്യൂൺ സെൽസും ആന്റിജനും ആയിട്ടുള്ള റിയാക്ഷനും കാര്യങ്ങളും നടക്കുന്ന സൈറ്റ്സ് ആണ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഓപ്സണൈസേഷൻ കോംപ്ലിമെന്റ് സിസ്റ്റം. അപ്പൊ കോംപ്ലിമെന്റ് സിസ്റ്റത്തിൽ നടക്കുന്ന ആന്റിജൻ ആന്റിബോഡിയിലെ ഓപ്സണൈസേഷൻ കാര്യങ്ങൾക്ക് ഒന്നുമില്ല. ക്ലാസിക്കൽ പാത്വേയും ലെക്റ്റിൻ പാത്വേയും ഓൾട്ടർനേറ്റീവ് പാത്വേയും എന്താ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിലുള്ളത്. അപ്പൊ ഇന്നത്തെ യൂണിറ്റ് ഇതോടെ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 1 പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തത് യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2 നമുക്ക് സെൽസ്, ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള സെൽസിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.